ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 1199 ആണ്ട് മിഥുനമാസ ഫലമാണ്. മിഥുനമാസം 31 ദിവസമാണുള്ളത്. 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 27 നക്ഷത്രക്കാരുടെയും ഫലമാണ് ഇന്ന് ഗണിച്ച് പറയുന്നത്. ഇംഗ്ലീഷ് തീയതി അനുസരിച്ച് ജൂൺ മാസം 15-ാം തീയതി മുതൽ ജൂലൈ മാസം 15-ാം തീയതി വരെ ഉള്ള ഒരു മാസം. ഈ പ്രാവശ്യത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് മിഥുന മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ചൊവ്വ, ഇടവം രാശിയിൽ വ്യാഴം, മിഥുനം രാശിയിൽ ആദിത്യനും ശുക്രനും ബുധനും സ്ഥിതി ചെയ്യും. ബുധൻ ജൂൺ മാസം 29-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് പകരുന്നു. ജൂലൈ മാസം 24-ാം തീയതി മിഥുനം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു. കേതു കന്നിയിലും, കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ രാഹുവും നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ഗോചര ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി മാത്രം പറയുന്ന ഗോചര ഫലങ്ങളാണ്. അധിക കഷ്ടതകളും നഷ്ടങ്ങളോ വിവാഹ തടസ്സങ്ങളോ മറ്റ് സന്താന കാര്യങ്ങളിലെ തടസ്സങ്ങളോ ജോലി തടസ്സങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്താൽ നല്ലതാണ്. എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. അവർക്ക് ഏറ്റവും കൂടുതൽ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു മാസമാണ് ഈ മിഥുന മാസം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കും. ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് അധിക സാഹസികത പാടില്ല. അതായത് സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയോ തൊഴിൽ രംഗത്തും ഓരോ തൊഴിലുകൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില മുൻകരുതലുകൾ ആവശ്യമുള്ള തൊഴിലുകൾ അത് വളരെ ജാഗ്രതയോടുകൂടി വേണം ചെയ്യുവാനായി. തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി കാണുന്നു. ധനാഗമന യോഗവും ഉണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായിരിക്കുന്ന ഒരു മാസമാണ് മിഥുന മാസം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും പൂർണ്ണമായ ദൈവാധീനവും അതുപോലെ തന്നെ ഭാഗ്യവുമുള്ള ഒരു മാസമാണ്. ഭാഗ്യാധിപന്റെ സ്ഥിതി അനുസരിച്ചും വളരെ നല്ലതാണ്. എങ്കിലും കണ്ടകശനിയൊക്കെ അനുഭവിക്കുകയും പ്രതിഭാസ്ഥാനത്തെ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം സ്ഥിതി ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാൽ കൊള്ളുകേലാത്ത പ്രണയങ്ങളൊക്കെ യുവതിയുവാക്കൾക്കൊക്കെ വന്നുപെടുന്നതിനൊക്കെ സൂചനയുണ്ട്. വളരെ ജാഗ്രത പാലിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായിരിക്കും. വിദ്യ അലസത പാടില്ല. വിദ്യാകാര്യത്തിലെ അതീവ ശ്രദ്ധയും അധിക സമയം പഠനത്തിനായിട്ട് കണ്ടെത്തുകയും വേണം. സഹോദരസ്ഥാനീയരും സുഹൃത്തുക്കളുമൊക്കെ സഹായിക്കുന്ന ഒരു മാസമാണ്. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിത ധനാഗമന യോഗവുമുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു മാസം. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും
തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. കൂടാതെ തൊഴിൽ സ്ഥലത്ത് രാഹു, തൊഴിൽ ഭാവം മീനം രാശിയിൽ അവിടെ രാഹു സ്ഥിതി ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. തണുപ്പ് മൂലമുണ്ടാകാവുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടായാൽ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുക. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ വേണ്ട എല്ലാ ഭാഗ്യവുമുള്ള ഒരു മാസമാണ്. തൊഴിൽ രംഗത്ത് ചില സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടായി അതിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വിദേശത്ത് പോകുവാനൊക്കെ ചാൻസ് ഒത്തുവന്ന് പാസ്പോർട്ട് ഒക്കെ കിട്ടുന്നതിനും വിസ കിട്ടുന്നതിനും പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനുമൊക്കെ നല്ല സമയമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. അവർക്ക് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. തൊഴിൽ സ്ഥാനത്ത് ചൊവ്വ സ്ഥിതി ചെയ്യുന്നു. വളരെ ഐശ്വര്യപ്രദമാണ്. തൊഴിൽ ലഭിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും യോഗമുണ്ട്. ആരോഗ്യം തൃപ്തികരമായി. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. 10-ാം ഇടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു. കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നവരും എഗ്രിമെന്റ് പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുന്നവരും ഒക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. വാക്കുകളിൽ സംസാരത്തിലൊക്കെ പിഴവുകൾ ഉണ്ടാകാതെ നോക്കുക. തന്നാൽ ഭരിക്കപ്പെടുന്ന, അതായത് മേൽനോട്ടം വഹിക്കുന്ന ഉത്തരവാദിത്തമുള്ള ജോലിയിലൊക്കെ ഇരിക്കുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ്. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം കന്നിരാശിക്കാർ. അവരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ വലിയ കഷ്ടതകളിൽ നിന്നെല്ലാം കരകയറി വരുന്ന ഒരു നക്ഷത്രമാണ്. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മെഡിസിനൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന കുട്ടികളായാലും പ്രായമായവരുമൊക്കെ വളരെ ജാഗ്രത പാലിക്കുക. ശ്രേയസ്സിനും യശസ്സിനും ഹാനികരമായ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ ഒക്കെ ഈ മിഥുനമാസത്തിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനോ പ്രണയിക്കുന്നവർ പരസ്പര ശത്രുക്കളാകാതെയൊക്കെ നോക്കേണ്ട ഒരു സന്ദർഭമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയം വന്നു ചേരും. അധികാരത്തോടു കൂടിയ ഒരു ജോലിക്ക്, ഒരു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രൈവറ്റ് മേഖലകളിലായാലും ഗവൺമെൻറ് ജോലിയായാലും പേപ്പർ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും ഈ മാസം ഉണ്ട്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ മിഥുനമാസത്തിൽ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. പലവിധ നഷ്ടങ്ങളോ കഷ്ടതകളോ സൂചന ഉണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അധിക സാഹസികത പാടില്ല. പ്രത്യേകിച്ച് വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുവാൻ സൂചനയുണ്ട്. അവരവർ അത് സമ്മതിക്കുകയുമില്ല. ശത്രുക്കളെ വർദ്ധിപ്പിക്കാതെ നോക്കുക. തൊഴിൽ പുരോഗതിയും വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സൂചന. അധിക കടങ്ങൾ വർദ്ധിക്കാതെയും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിരിക്കാൻ കഷ്ടതകളിൽ നഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം നേടുവാൻ പോകുന്നു. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും വാഹനപരമായിട്ടും ഒക്കെ വിജയങ്ങൾ വന്നു ചേരേണ്ട ഒരു സമയമാണ്. കടങ്ങൾ വീടുന്നതിനും യോഗമുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കോടതി മുഖാന്തരവും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ മുഖാന്തരവും ഒക്കെ ബന്ധപ്പെട്ട് ദീർഘകാലമായിട്ട് കിടക്കുന്ന കേസുകളൊക്കെ ഒത്തുതീർപ്പാകുന്നതിനും യോഗമുണ്ട്. വിദേശത്ത് പോകുന്നതിനും
വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ നല്ല ഒരു ഭാഗ്യം വർദ്ധിച്ച് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം, അവർക്ക് ദൈവാധീനം ഈ മാസം ഒരു അല്പം കുറഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു, 10-ൽ കേതുവാണ്. അപ്പോൾ ആരോഗ്യപരമായ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുക, അതൊക്കെ സ്വാഭാവികമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നേർവഴി ആയാൽ അധിക ക്ലേശങ്ങൾ സൂചകമല്ല. വാഹനം കൈകാര്യം ചെയ്യുന്നവർ, പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവരോ മറ്റ് ട്രാൻസ്പോർട്ട് രംഗത്ത് നിൽക്കുന്ന ഡ്രൈവർമാർ, സെക്യൂരിറ്റി ജീവനക്കാർ, പോലീസുകാർ, മിലിറ്ററിക്കാർ, അങ്ങനെയുള്ളവരൊക്കെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണ്. മാതാവിന് ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയും ഈ ധനു രാശിക്കാരായിരിക്കുന്നു. തൊഴിൽ ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ അതീവ ജാഗ്രത ആവശ്യവുമാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 4-ാം പാദവും തിരുവോണവും, ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് ദൈവാധീനമുള്ള സന്ദർഭം. വിജയങ്ങൾ വന്നു ചെയ്യും. ഏഴരശനിയൊക്കെ തീർന്നിട്ടില്ല, ഒരു വർഷവും കൂടിയുണ്ട്, അടുത്ത മാർച്ച് വരെയുണ്ട്. എന്നിരുന്നാലും ആരോഗ്യം മെച്ചപ്പെടുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ കൂടെ നിർത്തുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും അധ്വാനത്തിനനുസരിച്ച് ധനം വന്നില്ല, ലഭിച്ചില്ല എന്നൊക്കെ ഒരു പരിഭവം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കളുമൊക്കെ സഹായിക്കുന്ന ഒരു മാസവും. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിരിക്കിയാൽ കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ കരകയറുവാനായിട്ട് സാധിക്കും. 7.5 ശനി ജന്മത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നുകൂടി ആലോചിച്ച് വേണം ചെയ്യുവാൻ. ശത്രുക്കളുടെ ഒരു പ്രവർത്തനങ്ങൾ മൂലം അതീവ കഷ്ടത ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുണ്ട്. അതൊക്കെ ജാഗ്രത പാലിക്കുക. വാക്കുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്കായിട്ട് പ്രവർത്തിക്കുക. ദൈവാധീനം തുണയായിട്ട് ഉണ്ടാവും. തൊഴിൽ പുരോഗതി വന്നു ചേരും. നിർത്തിയിട്ടിരിക്കുന്ന തൊഴിലുകളായാലും പുനരാരംഭിക്കുന്നതിനും നഷ്ടപ്പെട്ട തൊഴിൽ തിരിച്ചു പിടിക്കുവാനും ഒക്കെ ഈ കുംഭം രാശിക്കാർക്ക് മിഥുനമാസത്തിൽ സാധിക്കും. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് രാശിയിൽ ഇപ്പോൾ രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തലയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതീവ ജാഗ്രത ആവശ്യമാണ്. അതിനൊക്കെ ആദ്യം തന്നെ തുടക്കം തന്നെ നല്ല രീതിയിൽ നല്ല ഡോക്ടർമാരെ കണ്ട് മെഡിസിനൊക്കെ കഴിക്കുകയും കൃത്യത പാലിക്കുകയും വേണം. സംസാരത്തിൽ ദേഷ്യം വർദ്ധിക്കാതെ നോക്കണം. 2-ാം ഭാവമായ സംസാര ഭാവത്തിൽ ക്രൂരഗ്രഹമായ ചൊവ്വ സ്ഥിതി ചെയ്യുമ്പോൾ പലവിധത്തിലും ദേഷ്യം വർദ്ധിക്കുവാൻ സൂചനയും. ഏറ്റവും സ്നേഹിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ശത്രുക്കളാകാൻ അതുവഴി സൂചനയുണ്ട്. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ പ്രശ്നങ്ങളുള്ള ഒരു മാസമാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ നോക്കുക. ഒരു കാര്യവും ഇല്ല എന്ന് വരാം. കാര്യമൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക. കടങ്ങളൊക്കെ വർദ്ധിക്കാതെ ശ്രദ്ധിക്കുകയും വേണം. പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ അധിക ദോഷങ്ങൾ ഉള്ളവർ ശ്രീകൃഷ്ണ ഭഗവാന് യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ, 7.5 ശനി, കണ്ടകശനിയൊക്കെ ഉള്ളവർ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. നാഗരാജാവിന് അടുത്തുള്ള സർപ്പക്കാവിലെങ്കിലും ഒരു മഞ്ഞൾപ്പൊടിയാണെങ്കിലും വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ
കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ കരകയറി സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും.